സർക്കാർ എല്ലാ സുരക്ഷിതത്വവും നൽകുന്നു എന്ന് പറയുന്ന സമയത്താണ് ഇത്തരം ഒരു സുരക്ഷിതവുമില്ലാതെ അവർ അവിടെ പട്ടിണി കിടന്ന് സമരം ചെയ്യുകയാണ്. ആ സമരത്തിൻ്റെ രീതി മാറുന്നുമില്ല. ആ സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ അവർ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. തൊട്ട് ഈ സെക്രട്ടേറിയറ്റ് അവിടെ നിൽക്കുന്നവർ മുഴുവൻ ഒരുപക്ഷെ ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലേക്കുള്ള പ്രതിസന്ധിയിലേക്കാണ് വരുന്നത്. ആശാമാർ ഓരോ ദിവസവും അവരുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നുണ്ടോ ഇപ്പോൾ? ഇപ്പോൾ ഈ നിരാഹാര സമരം ഇരിക്കുന്നത് 3 പേരാണ്. അതായത് ഓൾ കേരള ആശാ വർക്ക് ഹെൽത്ത് വർക്ക് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിന്ദുവും തങ്കമണിയും, പ്രവർത്തകരായ തങ്കമണിയും അതേപോലെ തന്നെ ശാലിനി അടക്കമുള്ള ആളുകളാണ് ഈ സെക്രട്ടേറിയറ്റിൽ നിരാഹാര സമരം ഇരിക്കുന്നത്. ഇവരുടെ പലരുടെയും അവസ്ഥ ഗുരുതരമാണ് എന്നുള്ളതാണ്. എന്തായാലും അവർക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ തവണ ഒരു ആശാപ്രവർത്തക നിരാഹാരം ഇരിക്കുന്നതിനിടയ്ക്ക് കുഴഞ്ഞു വീഴുകയും തുടർന്ന് ഈ ആളെ മാറ്റുകയും ചെയ്തു. പിന്നീട് മറ്റൊരാളാണ് നിരാഹാര സമരത്തിൽ തുടരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ 5ാം ദിവസമാണ് ഇപ്പോൾ ഈ നിരാഹാര സമരം മുൻപോട്ട് പോകുന്നത്. ആ നിരാഹാര സമരം മുൻപോട്ട് പോകുമ്പോൾ പലർക്കും ശാരീരിക പ്രശ്നങ്ങളുണ്ട്. കാരണം മാർഷൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ പലരും ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സമരത്തിനിറങ്ങി. അത് ഈ 43 ദിവസം റോഡ് സൈഡിൽ തന്നെ കിടന്നുറങ്ങി അല്ലെങ്കിൽ കനത്ത വെയിലിലും മഴയിലുമൊക്കെ മുൻപോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. എന്തായാലും അവരുടെ ഒരു പ്രതികരണം എടുക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നില്ല. പലർക്കും സംസാരിക്കാൻ കൂടെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരിൽ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആദ്യമായിട്ടാണ് ഒരു സമരത്തിന് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 43 ദിവസമായി ഈ റോഡിൽ തന്നെയാണ് ഈ പൊരി വെയിലത്തും മഴയത്തും ഒക്കെ സമരം തുടരുകയാണ്. അതെ, ഇവിടെ സമരം ചെയ്യുന്ന ആശമാരെല്ലാം കുറച്ച് പ്രായമുള്ള ആളുകളാണ്. മിക്കവാറും എല്ലാവരും 45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണ്. സ്വാഭാവികമായും അവർക്ക് അനാരോഗ്യമുണ്ട്. പലരും ഡയബറ്റിക് അല്ലെങ്കിൽ പ്രഷർ അതുപോലുള്ള രോഗങ്ങളുള്ളവരാണ്. പക്ഷേ സമരം ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയിൽ നമ്മൾ നിർബന്ധിതരായി തീർന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരം ഒരു സമരത്തിലേക്ക് ആശാവർക്കർമാർ പോയത്. ഈ സമരം തുടങ്ങുമ്പോൾ നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഇത് നീണ്ടുപോകുമെന്ന്. കാരണം നമ്മളൊരു ജനാധിപത്യ ഗവൺമെൻറ്റിന് മുന്നിലാണല്ലോ നമ്മളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. നിവേദനം കൊടുത്തു, പലതരം സമരപരിപാടികൾ നടത്തി. അടുത്ത ഘട്ടമെന്നുള്ള നിലയിൽ സ്വാഭാവികമായും ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ നമ്മൾ ആശാവർക്കർമാരുടെ ആവശ്യപ്രകാരം ഇത്തരത്തിലൊരു ഉപവാസ സമരമെങ്കിലും ഫലം കാണുമെന്ന് ചിന്തിക്കുന്നുണ്ടോ, അതോ പ്രതീക്ഷയുണ്ടോ? ഞങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യരാണെന്നാണ്. അപ്പം മനുഷ്യരാണെങ്കിൽ അവരത് കാണും. എന്തായാലും കേരളത്തിൻ്റെ സമൂഹം ഇത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ സമരത്തിൽ പങ്കെടുത്ത് നിവൃത്തിയില്ലാതെ വന്ന 2 ആശാവർക്കർമാർ. അതിലൊരാൾ പറഞ്ഞത്, ഞാൻ മരിക്കാൻ തയ്യാറാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാം, കാരണം സർക്കാരിൻ്റെ കണ്ണ് തുറക്കട്ടെ. എന്തായാലും എനിക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ വീട് കാണില്ല, അത് കേരള ബാങ്ക് ജപ്തി ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് എനിക്ക് വേറെ മാർഗ്ഗമില്ല, ഞാൻ മരിക്കാം, ബാക്കിയുള്ള ആശമാർക്കെങ്കിലും അതുവഴി നേട്ടമുണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത്. അത് കേട്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ കുടുംബം ഉപേക്ഷിച്ച് കഴിഞ്ഞ 43 ദിവസമായി ഇവിടെ സമരം അനുഷ്ഠിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ആളുകളെ പലരുടെയും മുഖങ്ങൾ നമുക്ക് തന്നെ പരിചിതമായിട്ടുണ്ടെന്നുള്ളതാണ്. ശാലിനി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ 43 ദിവസമായി ഇവിടെ കാണുന്നുണ്ട്. വീട്ടിൽ പോലും പോകാതെ സമരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ സമരത്തിൽ പ്രതീക്ഷയുണ്ടോ? ഇപ്പോൾ ഈ ഉപവാസ സമരവുമായി മുന്നോട്ട് പോകുന്നത്? ഉപവാസ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ നിരാഹാര സമരം ഇരിക്കുന്ന സഹോദരിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഇന്ന് എല്ലാ ആശാ വർക്കേഴ്സും അവരോട് ചേർന്നുകൊണ്ട് ഇന്നൊരു പകൽക്കാലം ഉപവാസത്തിൽ വൈകിട്ട് 5 മണി വരെ ഞങ്ങൾ ഉപവാസത്തിലിരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ പൊള്ളുന്ന ചൂട് അറിയാമല്ലോ, ഈ ടാറിൻ്റെ റോഡാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ചൂട് എല്ലാം സഹിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇനി 43 ദിനരാത്രങ്ങൾ ഈ സെക്രട്ടറിയുടെ മുമ്പിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ, ജനാധിപത്യ സർക്കാരിൻ്റെ, സോഷ്യലിസ്റ്റ് സർക്കാരിൻ്റെ കൺമുമ്പിലാണ് ഈ 43 ദിനരാത്രങ്ങൾ ഈ സ്ത്രീജനങ്ങൾ, പാവപ്പെട്ട അമ്മമാർ ഇരിക്കുന്നതെന്ന് സർക്കാർ മാനിക്കുന്നതില്ല. അവർ ഞങ്ങളെ ഗൗനിക്കുന്നില്ല. ഏതോ ഭിക്ഷക്കാർ വന്നിരിക്കുന്നത് പോലെ അവർ കാണുന്നുള്ളൂ. ആ ഭിക്ഷക്കാരുടെ സ്ത്രീ എന്ന നിലയിൽ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. ഒന്ന് ശുചിമുറി സംവിധാനം പോലും ഇല്ല. രാവിലെ പൊതുവിടത്ത് ശുചിമുറി ഇല്ലാത്തൊരവസ്ഥയുണ്ട്. തീർച്ചയായും നമുക്ക് ഈ പീരീഡ്സ് പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ശുചിമുറി സൗകര്യം കുറവാണ്. എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകാരുടെ അവിടെയും മറ്റ് ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ കാരുണ്യത്തിൽ ഓരോ ഇടങ്ങളിൽ പോയി ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ച് വരുന്നുണ്ട്. അത് സർക്കാർ അതൊന്നും മനസ്സിലാക്കുന്നില്ല. അവരൊന്നും തിരിഞ്ഞു നോക്കാനുള്ള മനസ്സ് അവർക്കില്ലല്ലോ. ഞങ്ങളെ കുറ്റം പറയാൻ നേരത്തേക്ക് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ പുരുഷന്മാരായ ജനപ്രതിനിധികളായിരുന്നു. ഇപ്പോൾ സ്ത്രീകളും രംഗത്തേക്ക് വന്നു. മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് കേട്ടില്ലേ, നട്ടൽ വേണമെന്ന്. ഞങ്ങൾക്ക് നട്ടൽ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ 43 ദിനരാത്രങ്ങൾ. എന്തേ നല്ല നട്ടൽ ഉറപ്പുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയല്ലേ, അവർ ഈ നടയിലൊന്നും വരാത്തത് സെക്രട്ടറിയുടെ മുമ്പിലല്ലേ, എന്ത് വരുന്നില്ല? മാസ്റ്റർ, ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് ചോദിക്കാനുള്ളത്. മന്ത്രിമാരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ കുറ്റം പറയുന്ന ആളുകൾ നോക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് പരാതി.
സർക്കാർ ഇനിയെങ്കിലും കണ്ണ് തുറക്കേണ്ടതാണ്. ഈ വെയിലിലും മഴയിലും നിങ്ങൾ അവരെ തെരുവിൽ നിർത്തിയിരിക്കുകയാണ്. ഇത് കേരളം കാണുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോവരുത്.